ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനൊന്നും സംഭവിക്കില്ല. ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാനും സഹിക്കാനും പറ്റാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പല വിശ്വാസങ്ങളും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയും. വിശ്വസിച്ചിരുന്നവര് ചിലപ്പോ ചതിക്കും. എല്ലാം നേടാമെന്ന് കരുതി കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടും. അങ്ങനെ പലതും സംഭവിക്കും. അതൊക്കെയാ ജീവിതം. ഇത്രയും നാളും അങ്ങനെ പലതും അനുഭവിച്ചാ ഞാനും ജീവിച്ചത്. അവസാനം നിനക്കൊരു അവസരം വന്നപ്പോ എന്നെ ഉപേക്ഷിച്ച് വന്നില്ലേ? ഞാൻ ആരെയും ഉപേക്ഷിച്ച് വന്നതല്ല. അമ്മയ്ക്ക് ചെലവിനും മറ്റാവശ്യങ്ങൾക്കും എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നോളാം. അത് നിന്റെ കെട്ടിയൊക്കെ കൊണ്ട് കൊടുത്താൽ മതി. ആരുമില്ലാത്ത എനിക്ക് വേണ്ടത് സംരക്ഷണമാണ്. ആരുമില്ലാത്ത നിന്നെ ഞാനൊന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നീ തന്നെ വളർന്ന് ഇപ്പം നിൽക്കുന്ന പോലെ എന്റെ മുമ്പിൽ നെഞ്ചു വരിച്ച് നിൽക്കില്ലായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക്? പട്ടിണിയും വിശപ്പ് സഹിക്കാൻ പറ്റാതെ വല്ല തെരുവിലെ ചന്തയിലെ തെണ്ടിത്തിരിഞ്ഞ് ഏതെങ്കിലും പരുന്നുകളിൽ ഒടുങ്ങിപ്പോയനെ നിന്റെ ജീവിതം. അറിയാവോ? അന്ന് അതൊന്നും സംഭവിക്കാതെ നിന്നെ സംരക്ഷിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വയസ്സാം കാലത്ത് എന്നെ സംരക്ഷിക്കേണ്ട കടമ നിനക്കുണ്ട്. അതിന് അവനിപ്പോ എന്ത് ചെയ്യണോന്നാ സുശീല പറയുന്നത്? ഇവൻ എന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിലേ ഇവന്റെ കൂടെ ഞാൻ ഇവിടെ താമസിക്കും. എന്താ വേണ്ടെന്ന് ഇവൻ തന്നെ തീരുമാനിക്കട്ടെ. ആ, അവൻ പോയി എന്താ വേണ്ടെന്ന് തീരുമാനിക്കട്ടെ. നിങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറ ഭാനുവമ്മേ. ഓ, എനിക്ക് എന്തു വിശേഷം? ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓ,